നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളത്തിന് തിരിച്ചടി. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് KV തോമസിന് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് നാളിലെ ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയെന്ന് EP ജയരാജൻ. കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. ആത്മകഥ കൂലിക്കെഴുതാൻ കൊടുത്തിട്ടില്ല. സരിന്റെ പ്രചാരണത്തിനായി EP പാലക്കാട്. സരിൻ ഊതിക്കാച്ചിയ പൊന്നെന്ന് പ്രശംസ. പാലക്കാട് ഇരട്ട വോട്ട് ആരോപണവുമായി CPM. കോൺഗ്രസും BJPയും ചേർന്ന് 2500-ലേറെ പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തതായി EN സുരേഷ് ബാബു. ആരോപണം തള്ളി VD സതീശനും K സുരേന്ദ്രനും. പ്രചാരണ വിഷയമായി കൽപ്പാത്തി ചെരുപ്പ് വിവാദം. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞതിന്റെ ആശങ്കയിൽ മുന്നണികൾ. ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് UDF. വഖഫ് വിവാദം പ്രതിഫലിച്ചെന്ന് BJP. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് CPM. വിജയപ്രതീക്ഷ കൈവിടാതെ UDF. PP ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരെ പരാതിയിൽ ഉറച്ച ADM നവീൻ ബാബുവിന്റെ കുടുംബം. അന്വേഷണ സംഘം വീട്ടിലെത്തി മൊഴിയെടുത്ത് 2 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു. അഡ്വക്കേറ്റ് KK രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ. ദിവ്യ വോട്ടെടുപ്പിനെത്തിയില്ല. മുനമ്പം വിഷയം സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ എത്തിക്കാൻ BJP. സമരക്കാർക്ക് ഉറപ്പുമായി ശോഭ കരന്തലജെ. നടക്കുന്നത് ഭൂമി ജിഹാദെന്നും കേന്ദ്രമന്ത്രി. പ്രശ്നത്തിന് കാരണം VS സർക്കാരിന്റെ തീരുമാനമെന്ന മുസ്ലിം ലീഗ്. സമരം 31-ാം ദിവസം. ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ മീറ്റിനുള്ള കേരള താരങ്ങളുടെ യാത്ര പ്രതിസന്ധിയിൽ. വിമാനക്കൂലിയുടെ പകുതി രക്ഷിതാക്കൾ വഹിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പ്രായോഗികമല്ലെന്ന് രക്ഷിതാക്കൾ. ക്ലാസ് ഒക്കെ ഉണ്ട്, പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾക്ക്. +2-ലുള്ളവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. അപ്പം ഇനി ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കളിക്കണം, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കാം. മത്സരം ഞായറാഴ്ച ഭോപ്പാലിൽ. തെക്കടിയിൽ ഇസ്രായേൽ വിനോദസഞ്ചാരികളെ ഇറക്കിവിട്ടതിൽ അന്വേഷണം ആരംഭിച്ച ഏജൻസികൾ. മാപ്പ് പറഞ്ഞ് കട ഉടമ. കശ്മീർ സ്വദേശികൾക്കെതിരെ മുൻപും പരാതി ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി KV തോമസിനെ കത്തിലൂടെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിലാണ് ഇക്കാര്യം അറിയിച്ചത്. TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും. അത്തരത്തിലുള്ള ആവശ്യമൊക്കെ സംസ്ഥാന സർക്കാർ പല തവണയായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെച്ചതുമാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ മികച്ച രീതിയിലുള്ള പുനരധിവാസ പാക്കേജുകൾ ലഭ്യമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ ഇവിടെ മങ്ങൽ സംഭവിക്കുകയാണോ? തീർച്ചയായും കേരളത്തിന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുണ്ട്. നിയമനീക്കങ്ങളും ഒപ്പം തന്നെ സർക്കാർ തലത്തിലും പലതരത്തിലുള്ള അഭ്യർത്ഥനകൾ കേരളം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലുള്ള സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിനെയാണ് ഇക്കാര്യം രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് ഈ ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ഫണ്ട് ഇതിനകം തന്നെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട്. കേരളത്തിലുള്ള അഡ്വക്കേറ്റ് ജനറൽ അക്കൗണ്ട്സ് ജനറൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കയ്യിൽ മതിയായ ഫണ്ട് ഇക്കാര്യത്തിലുണ്ട്. അതായത് 314 കോടി കേരളത്തിൻ്റെ കൈവശമുണ്ട് എന്ന കാര്യം AG കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുരന്തം കൈകാര്യം ചെയ്യാൻ പുനരധിവാസ വിഷയങ്ങൾക്കൊന്നും സംസ്ഥാനത്തിന് പണം ഇപ്പോൾ തടസ്സമല്ല എന്നതാണ് രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് 1202 കോടിയുടെ പ്രത്യേക പാക്കേജാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ കേരളം നടത്തുന്നുണ്ട്. പക്ഷേ ആ പ്രത്യേക പാക്കേജ് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം സംസ്ഥാനത്തിന് മതിയായ ഫണ്ട് അനുവദിച്ചിട്ടുള്ള കാര്യവും കേന്ദ്രം പറയുന്നുണ്ട്. അതായത് 394 കോടി അനുവദിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. പക്ഷേ സംസ്ഥാനം പറയുന്നത് ഇത് എല്ലാ വർഷവും ദുരന്ത സഹായ നിധിയിലേക്ക്
കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകാറുള്ള തുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാക്കേജോ പ്രത്യേക ഫണ്ടോ ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്നതാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇത് സംബന്ധിച്ച തർക്ക വിഷയം കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ്. കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് അത് കേരളത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആത്മകഥാ വിവാദത്തിൽ അതിശക്തമായ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് EP. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം ഒരു വാർത്ത വന്നത് ആസൂത്രിതമാണെന്നും പ്രതികരിച്ചു. ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്കെഴുതിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തുപോയതിന് പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് സംശയിക്കുന്നതായും EP വിമർശിച്ചു. എന്റെ ആത്മകഥ ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല. എന്റെ പുസ്തകം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത്. അതെങ്ങനെയാ പ്രസിദ്ധീകരിക്കുക? ഞാൻ ഒരാൾക്കും അതിന്റെ പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല. ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞാനാണ് എഴുതുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചകശുദ്ധി വരുത്തി ഭാഷാശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട്. എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരവും. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനെ പുകഴ്ത്തിയും ആത്മകഥാ വിവാദം തള്ളിയും EP ജയരാജൻ. ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയെന്നും ഊതിക്കാച്ചിയ പൊന്നെന്നും ഡോക്ടർ സരിനെ വിശേഷിപ്പിച്ച EP പാലക്കാട് LDF ജയിക്കുമെന്നും പ്രതികരിച്ചു. സത്യസന്ധതയും നീതിയും ഇല്ലെന്ന് കണ്ടതോടെയാണ് സരിൻ കോൺഗ്രസ് വിട്ടതെന്നും പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ EP പറഞ്ഞു. കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നു. അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്, CPM-ലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുകയല്ലേ? ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുക സർക്കാർ നിലപാട് കൂടി അറിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം DGPക്ക് ജയരാജന്റെ പരാതി ലഭിച്ചെങ്കിലും കേസെടുത്തിട്ടില്ല. DC ബുക്സിന്റേതായാണ് ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തുവന്നത്. എന്നാൽ പരാതിയിൽ DC ബുക്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് ജയരാജന്റെ വാദം. EP ജയരാജന്റെ ആത്മകഥാ വിവാദം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഗൂഢാലോചനയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി P. സരിൻ. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഇതിൽ പങ്കുണ്ട്. ഇതിന് തിരിച്ചടിയായി പാലക്കാട് LDFന് 5% വോട്ട് കൂടുമെന്നും ഡോക്ടർ സരിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. വിവാദങ്ങളിലല്ല പാലക്കാട്ടെ UDFന്റെ ശ്രദ്ധയെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ EP ജയരാജൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. EP ജയരാജൻ പ്രചാരണത്തിന് എത്തുന്നതോടെ CPM-ൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പ്രതികരിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദം UDFന്റെ ഗൂഢാലോചനയാണെന്ന P. സരിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് PK കുഞ്ഞാലിക്കുട്ടി. പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ സംസാരിക്കണം. EP UDFിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ആര് വന്നാലും സ്വീകരിക്കുന്ന പതിവ് LDFനാണെന്നായിരുന്നു മറുപടി. EP ജയരാജന്റെ ആത്മകഥ പുറത്തുവന്നതിന് പിന്നിൽ VD സതീശന്റെ കൈയുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സതീശൻ ആരുമായി ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത് എന്നറിയില്ല. മാധ്യമങ്ങളായാണോ DC ബുക്സുമായാണോ എന്നാണ് അറിയില്ലെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനാണ് CPM ശ്രമമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇനി പാലക്കാട്. പാലക്കാട് ഇരട്ട വോട്ട് ആരോപണവുമായി CPM. മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടുള്ള 2700-ലധികം പേരെ കോൺഗ്രസും BJPയും പാലക്കാട്ടെ വോട്ടർമാരാക്കിയെന്നാണ് ആരോപണം. പിരിയാഴിയിൽ
800ഓളം പുതിയ വോട്ടർമാരെ കോൺഗ്രസ് ചേർത്തപ്പോൾ BJP ജില്ലാ പ്രസിഡന്റിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. 60 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് വ്യാപകമായി കോൺഗ്രസും BJPയും ചേർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ആളുകളെയൊന്നും വീടുകളിൽ കാണാനില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. KM ഹരിദാസ്, അദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഇദ്ദേഹം വർഷങ്ങളായി പട്ടാമ്പിയിലെ താമസക്കാരനാണ്, സ്ഥിര താമസക്കാരനാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പട്ടാമ്പിയിലും വോട്ടറാണ്, അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും വോട്ടറാണ്. എന്നാൽ ആരോപണം കോൺഗ്രസും BJPയും തള്ളി LDF സ്ഥാനാർത്ഥി P സരിനാണ് ഏറ്റവും അവസാനം വോട്ട് ചേർത്തതെന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. കൽപ്പാത്തി രഥോത്സവത്തിൽ VK ശ്രീകണ്ഠൻ MP ചെരിപ്പിട്ട് രഥം വലിച്ച് ഭക്തരെ അപമാനിച്ചെന്ന ആരോപണവുമായി BJP. വർഗീയ വിഷം ചികയുന്ന പരിപാടി BJP നിർത്തണമെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. തേര് വലിക്കേണ്ടത് വിശ്വാസപൂർവ്വമാണെന്ന പ്രതികരണവുമായി ഇടത് സ്ഥാനാർത്ഥി P സരിനും വിവാദത്തിൽ കക്ഷി ചേർന്നു. മന്നം സമാധിയിൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ അംഗരക്ഷകർ ചെരുപ്പിട്ട് കയറിയത് അന്ന് വലിയ വിവാദമായിരുന്നു. സമാനമായ തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പാലക്കാട് ചെരുപ്പ് വിവാദം കത്തിക്കാനാണ് BJP ശ്രമം. ഉപതെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കൽപ്പാത്തി രഥോത്സവത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും നേതാക്കളും സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. വോട്ടുകൂടി ലക്ഷ്യമിട്ടുള്ള ഈ നീക്കമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MPയും സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ആദ്യമെത്തിയത് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെരുപ്പിട്ടിട്ട് രഥം വലിക്കുന്നത്, അത് ഇതിനെക്കുറിച്ച്, ഇതിന്റെ ആചാരങ്ങളെക്കുറിച്ചും ഇതിന്റെ രീതികളെക്കുറിച്ചൊന്നും തീർത്തും ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. പഴഞ്ചൊല്ല് കൂട്ടുപിടിച്ചായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പരിഹാസം. കോൺഗ്രസിന് എന്ത് ആചാരം? കാട്ടുവഴിക്ക് എന്ത് സംക്രാന്തി എന്ന് വെച്ചു കോൺഗ്രസിനുണ്ട് ആചാരം. രഥം വലിച്ചപ്പോൾ ആരെങ്കിലും ചെരുപ്പിട്ടോ എന്ന് കണ്ടിട്ടില്ലെന്നും വിഷം ചികയുന്ന പരിപാടി BJP നിർത്തണമെന്നുമായിരുന്നു UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. നമ്മൾ ആളുകളുടെ കാലിലേക്ക് നോക്കി അവർ ചെരുപ്പിട്ടിട്ടുണ്ടോ, എന്തെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് ഞാൻ നോക്കിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ എന്തിലും നമ്മളിങ്ങനെ വിഷം ചെയ്യാനായിട്ട് നിൽക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. തേരു വലിക്കേണ്ടത് വിശ്വാസപൂർവ്വമാണെന്നും അബദ്ധമാണ് പറ്റിയതെങ്കിൽ അപ്പോൾ തിരുത്തേണ്ടതായിരുന്നുവെന്നും ഇടതു സ്ഥാനാർത്ഥി P സരീൻ. നമ്മൾ ചെയ്യുന്നത് മര്യാദയ്ക്കും മാന്യതയ്ക്കും ആചാരത്തിനും അവിടുത്തെ ആളുകളെല്ലാം ഭക്തി പുരസരം ചെയ്യുന്നൊരു ചടങ്ങാണിത്. അത് തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്ന് ഞാനും കേട്ടു, എനിക്കറിയില്ല. അപ്പൊ ഞാനതാ പറഞ്ഞു, നമുക്ക് ഒരു അബദ്ധം പറ്റാം, പെട്ടെന്നുള്ള ഒരു ശ്രദ്ധക്കുറവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തിരുത്താനുള്ള അവസരമെങ്കിലും ഉണ്ടാവുമ്പോൾ അത് തിരുത്തണ്ടേ. പാലക്കാട് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന വിവാദങ്ങളുടെ തുടർച്ചയായി ചെരുപ്പിട്ട് രഥം വലിച്ചെന്ന വിവാദവും സജീവമാവുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് പ്രചാരണത്തിന് എത്താൻ ചാണ്ടി ഉമ്മനോട് നിർദ്ദേശിച്ച് KPCC. പാലക്കാട് നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. ചാണ്ടി ഉമ്മൻ പാലക്കാട് പ്രചാരണത്തിൽ സജീവമല്ലാത്ത സാഹചര്യത്തിലാണ് KPCC ഇടപെടൽ. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മുന്നണികൾ. മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യമായാണ് പോളിംഗ് ശതമാനം 70% താഴെ രേഖപ്പെടുത്തുന്നത്. 64.72% ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 8% കുറവാണിത്. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് UDF ആവർത്തിക്കുമ്പോൾ വഖഫ് വിവാദം അടക്കം പോളിംഗിൽ പ്രതിഫലിച്ചുവെന്നായിരുന്നു NDAയുടെ പ്രതികരണം. മണ്ഡലം രൂപീകൃതമായ ശേഷം 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ 74.76% പോളിംഗ്. 2014 പോളിംഗ് ശതമാനം 73.25%. രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലെത്തിയ 2019 പോളിംഗ് ശതമാനം ഉയർന്ന് 80.37 പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.92% പേർ വോട്ടവകാശം വിനിയോഗിച്ചു. ഇതാണ് ഇപ്പോൾ 64.72% ഇടിഞ്ഞത്. ശതമാനക്കണക്കിലെ ഈ കുറവാണ് എല്ലാ മുന്നണികളെയും ആശങ്കയിലാക്കിയിരിക്കുന്നത്. 5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പ്രിയങ്കയെ പാർലമെന്റിലെത്തിക്കാമെന്ന UDFന്റെ സ്വപ്നങ്ങൾക്കാണ് പോളിംഗ് ശതമാനത്തിലെ കുറവ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. 2019 2024 പൊതു തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ദേശീയ തലത്തിൽ ഭരിക്കാൻ സാധ്യതയുള്ള കക്ഷിയുടെ നേതാവ് UPA അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി തുടങ്ങിയ ഘടകങ്ങൾ രാഹുലിന് അനുകൂലമായിരുന്നു. ഇന്നിപ്പോൾ പ്രിയങ്ക എത്ര വലിയ ഭൂരിപക്ഷം നേടിയാലും
പ്രതിപക്ഷ നിരയിലാണ് സ്ഥാനം. ഈ ചിന്ത പോളിംഗിനെയും ബാധിച്ചുവെന്ന് UDF കരുതുന്നുണ്ട്. LDFും NDAയും പൊതുതെരഞ്ഞെടുപ്പിലേതിന് സമാനമായ പ്രചരണം നടത്തിയിട്ടില്ലെന്നും അവരുടെ വോട്ടാണ് പോൾ ചെയ്യാത്തതെന്നും UDF ആരോപിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ചിന്തിക്കുന്നേയില്ല. നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അത് തർക്കമില്ല. വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പെന്ന LDFന്റെ പ്രചരണം ജനങ്ങളിലെത്തി എന്നതിന്റെ തെളിവാണ് പോളിംഗിലെ കുറവ് എന്നാണ് LDF വിലയിരുത്തുന്നത്. ജനങ്ങളുടെ പ്രതിഷേധമാണ് പോളിംഗിൽ കുറവുണ്ടാക്കിയതെന്നും LDF നേതൃത്വം പറയുന്നു. മറുവശത്ത് വഖഫ് വിഷയത്തിൽ നടത്തിയ പ്രചാരണങ്ങൾ ക്രിസ്തീയ വിഭാഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയെന്നും അതാണ് പോളിംഗിൽ പ്രതിഫലിച്ചതെന്നുമാണ് NDAയുടെ വിലയിരുത്തൽ. ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ, പ്രത്യേകിച്ചും LDFനോടും UDFനോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിംഗിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഭൂരിപക്ഷത്തെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്ക UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കുറവ് NDAയുടെയും LDFന്റെയും വോട്ട് ശതമാനത്തെയും ബാധിക്കുമെന്നതാണ് ആ മുന്നണികളെയും പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് 18 വയനാട്. ചേലക്കരയിലെ വിധിയെഴുത്തിന് പിന്നാലെ വിജയപ്രതീക്ഷകളുമായ മുന്നണികൾ. താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് നേതൃത്വം. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും. വോട്ട് പെട്ടിയിലായതിനു പിന്നാലെ വൻ കണക്ക് കൂട്ടലുകളിലാണ് മുന്നണികൾ. ഇടത് കോട്ട ഇളക്കമില്ലാതെ തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. ഇടത് ശക്തി കേന്ദ്രങ്ങളായ ദേശമംഗലത്തും വരവൂരും താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത് അനുകൂലമാകും. മണ്ഡലത്തിൽ പതിവിന് വിപരീതമായി ശക്തമായ മത്സരമുണ്ടെന്ന പ്രതീതി UDF സൃഷ്ടിച്ചത് അവസാന ഘട്ടത്തിൽ ഇടത് കേന്ദ്രങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കി. ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ പാർട്ടി സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഒപ്പം സ്ഥാനാർത്ഥിയായ UR പ്രദീപിന്റെ സൗമ്യ വ്യക്തിത്വവും അനുകൂല ഘടകമായി. എന്നാൽ കാലങ്ങളായി K രാധാകൃഷ്ണന് അനുകൂലമായി കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ വിള്ളലുണ്ടായോ എന്ന ആശങ്ക CPMനുണ്ട്. എങ്കിലും ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ മണ്ഡലം ഉറപ്പിച്ച് നിർത്താനാകുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ കൂടുതൽ പ്രതീക്ഷയാണ് ഇനിയുള്ളത്, ഇപ്പോൾ ഉള്ളത്. അത് എത്ര എണ്ണം എന്ന് പറയാൻ ഒരു സ്ഥാനാർത്ഥി തനിക്ക് എനിക്ക് സാധിക്കാത്തത് ഞാൻ ഇരുന്ന് കണക്കുകൾ പരിശോധിച്ചതുകൊണ്ടാണ്. പൊതുവെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തിൽ എല്ലാം ആവേശകരമായ ഒരു പ്രതികരണം വന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ചേലക്കര മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ല. പ്രതീക്ഷിച്ച വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കാനായെന്നാണ് നേതൃത്വത്തിന് ബൂത്തുകളിൽ നിന്ന് ലഭിച്ച വിവരം. കേഡർ സ്വഭാവത്തിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനം എതിരാളികളെ പോലും ഞെട്ടിച്ചു. നിർജീവമായ ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചതു മുതൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതുൾപ്പെടെ നടത്തിയ ചിട്ടയായ പ്രവർത്തനം അനുകൂല ഘടകമായി. പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് മുസ്ലിം ലീഗിനെ അവസാനം വരെ കൂടെ നിർത്താനായതും നേട്ടമായി നേതൃത്വം കരുതുന്നു. കാലങ്ങളായി ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന AP വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരു പരിധിവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. സ്ത്രീ വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തം പിണറായി സർക്കാരിനെതിരായ ജനവികാരമാണെന്നതും അത് രമ്യയ്ക്ക് അനുകൂല വോട്ടായി മാറുമെന്നും UDF വിശ്വസിക്കുന്നു. 5000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നും UDF വിലയിരുത്തുന്നു. ചേലക്കരക്കാർ കൈവിടില്ല. കാരണം അത്രയധികം അവര് സ്നേഹം തന്നിട്ടുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അവര് ചേർത്ത് നിർത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്തും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ആത്മവിശ്വാസത്തിൽ BJP ക്യാമ്പും ഒട്ടും പിന്നിലല്ല. പുറമെ വിജയിക്കുമെന്ന് പറയുമ്പോഴും വോട്ട് ശതമാനം കൂട്ടാനായെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തൃശൂർ പ്ലാൻ ചേലക്കരയിൽ സമർത്ഥമായി നടപ്പിലാക്കിയെന്നും BJP പറയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 മാസമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഗുണം കിട്ടാൻ പോകുന്നൊരു ഇലക്ഷനാണിത്. ഇവിടെ BJP പ്രതീക്ഷിച്ച വോട്ടുകളിൽ 95% കൃത്യമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ വിശ്വാസമാണ്. ഈ വരുന്ന 23-ാം തീയതി ചേലക്കരയിൽ ആദ്യമായി താമര വിരിയും. മുന്നണികൾ
ആത്മവിശ്വാസത്തിന്റെ കണക്ക് നിരത്തുമ്പോഴും PV അൻവറിന്റെ DMKക്ക് എത്ര വോട്ട് പിടിക്കാനാകുമെന്ന ചോദ്യവും നേതാക്കൾക്ക് മുന്നിലുണ്ട്. ചേലക്കരയിൽ മാറ്റമോ അതോ തുടർച്ചയോ? കാത്തിരിക്കാം 23 വരെ. ന്യൂസ് 18 ചേലക്കര. മറ്റു വാർത്തകളിലേക്ക്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു. കണ്ണൂരിൽ നിന്നുള്ള 3 അംഗ സംഘമാണ് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. കളക്ടർക്കും ദിവ്യയ്ക്കുമെതിരെയുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരിൽ നിന്നുമാണ് സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാർ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ എന്നിവരാണെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം വ്യക്തമാക്കി. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണ്. ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ വിശദമായ മൊഴിയെടുത്തത്. കോടതിയുടെ പരിഗണനയിൽ ഉള്ള കേസായതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ SHO ശ്രീജിത്ത് കൊടേരി, CPOമാരായ ഷിജി, ഷൈജു എന്നിവരാണ് മൊഴിയെടുക്കാൻ എത്തിയത്. മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം നീണ്ടു. കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വീണ്ടും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDFിലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ദിവ്യ വിട്ടുനിന്നു. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിക്കും ആദായ നികുതി വകുപ്പിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കൊടകര കവർച്ചാ കേസിലെ 50ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ഹർജിയിലെ ആക്ഷേപം. 2021 ഏപ്രിൽ 3 പുലർച്ചെയായിരുന്നു ദേശീയപാതയിലെ കോടികളുടെ കവർച്ച. കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹവാല കള്ളപ്പണ ഇടപാടുള്ളതിനാൽ കേസിലെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇഡിക്ക് കൈമാറി. മുനമ്പം സമരം 31ാം ദിവസം പിന്നിടുമ്പോൾ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ത്ലജെ ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലിൽ എത്തി. ശോഭ കരന്ത്ലജയുടെ വരവോടെ മുനമ്പം സമരം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയാണ്. വഖഫ് നിയമ ഭേദഗതിയോടെ മുനമ്പത്തെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. കൊല്ലം രൂപത മെത്രാൻ പോൾ അലക്സ് മുല്ലശ്ശേരിയും സമരപ്പന്തലിൽ എത്തി. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത് CPM നേതാവ് TK ഹംസ വഖഫ് ബോർഡ് ചെയർമാൻ ആയപ്പോഴെന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ ചെയർമാൻ ആയിരുന്നപ്പോൾ ഒരു നോട്ടീസ് പോലും അയച്ചില്ല. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നത്. VS സർക്കാരിന്റെ അതേ നിലപാടാണ് മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനുമെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിനുള്ള കാരണം VS സർക്കാരിന്റെ ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതെന്ന PK കുഞ്ഞാലിക്കുട്ടി. നിസാർ കമ്മീഷനെ നിയമിച്ചത് LDF. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷനാണ്. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ മുൻകൈ ഗവൺമെന്റ് എടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി വനം വകുപ്പ്. മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ കളക്ടർക്ക് വനം വകുപ്പ് കത്തയച്ചു. മൂന്നാർ DFO ആണ് കത്തയച്ചത്.
പ്രശാന്ത് IASന്റെ മുന്നിൽ ഫയലുകൾ എത്താതിരിക്കാൻ ജയതിലക IAS ശ്രമിച്ചെന്ന് ആരോപണം. സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായി ജയതിലക IAS പ്രവർത്തിച്ചുവെന്ന ആക്ഷേപമാണ് പുതുതായി പുറത്തുവരുന്നത്. ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും തനിക്ക് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം ജയതിലക ഉത്തരവായി നൽകിയത് പ്രശാന്തിനെ മറികടക്കാൻ വേണ്ടിയാണെന്ന് സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. തേക്കടി സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കുമളിയിലെ കടയിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടു. കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വിനോദസഞ്ചാരികൾക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം കശ്മീരി വ്യാപാരികൾ മാപ്പു പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് വിനോദസഞ്ചാരികളായ ഇസ്രായേൽ സ്വദേശികൾക്ക് കുമളിയിലെ കാശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ദുരനുഭവമുണ്ടായത്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ ജമ്മുകാശ്മീർ സ്വദേശിയായ ഹയാസ് അഹമ്മദ് റാത്തൻ എന്നയാൾ നടത്തുന്ന കരകൗശല വ്യാപാര സ്ഥാപനത്തിലാണ് ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൾഫർ എത്തിയത്. കാഴ്ചകൾ ആസ്വദിച്ച് നടന്നു പോവുകയായിരുന്ന ഇവരെ സ്ഥാപനത്തിലേക്ക് വ്യാപാരികൾ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ നോക്കുന്നതിനിടെ ഇവർ ഹീബ്രു ഭാഷയിൽ മൊബൈലിൽ സംസാരിച്ചു. ഇതിനിടെ ഹയാസ് അഹമ്മദ് ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നതെന്ന് ഡോവർ വാൾഫറോട് ചോദിച്ചു. ഇസ്രായേലിൽ നിന്നാണെന്ന് പറഞ്ഞതോടെ സ്ഥാപനത്തിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഇസ്രായേൽ സ്വദേശികൾക്ക് സാധനങ്ങൾ നൽകാനാകില്ലെന്ന് പറഞ്ഞ് കടയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. അപമാനിതരായ ഡോവർ വാൾഫർ വിവരം ഭർത്താവിനെയും ഡ്രൈവറെയും അറിയിച്ചു. കാശ്മീരി വ്യാപാരികളുടെ നടപടി ഇരുവരും ചോദ്യം ചെയ്തതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രശ്നത്തിൽ ഇടപെട്ടു. ഇതോടെ കാശ്മീരി വ്യാപാരികൾ ഇസ്രായേലി സ്വദേശികളോട് മാപ്പ് പറഞ്ഞ് തടിയൂരി. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഇസ്രായേലി സ്വദേശികൾ തയ്യാറായിട്ടില്ല. സംഭവം വിവാദമായതോടെ കാശ്മീരി വ്യാപാരികൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ സേനയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുമളിയിലെത്തുന്ന ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ കാശ്മീരി വ്യാപാരികളുടെ ഭാഗത്തു നിന്നും മുൻപും സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കേരള സ്കൂൾ ബാഡ്മിന്റൺ താരങ്ങളുടെ യാത്ര പ്രതിസന്ധിയിൽ. വിമാന ടിക്കറ്റിന്റെ പകുതി വഹിക്കാൻ രക്ഷിതാക്കളോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. 2 കുട്ടികൾ മടങ്ങി. 20 താരങ്ങൾക്ക് 17-ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് മത്സരം. പിന്നെ ഞങ്ങൾക്ക് +2-ലും +1-ലൊക്കെ പഠിക്കുന്നത് അവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾക്ക്. +2-ലുള്ളവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. അപ്പം ഇനി ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കളിക്കണം, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഒരു ദിവസം കൂടി ഉണ്ട് ഞങ്ങൾ കാത്തിരിക്കാം പോകണമെന്ന്. എല്ലാ പ്രാവശ്യവും അവർ ചോദിക്കുന്നതനുസരിച്ച് 3rd AC ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ റിട്ടേൺ ടിക്കറ്റും കറക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ കൺഫേം ആക്കി തരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോകാനാണ് അവർ നിർബന്ധിക്കുന്നത്. അപ്പം ആരുടെയെങ്കിലും സന്മനസ്സുണ്ടെങ്കിൽ എൻ്റെ മോളെ വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാനേജർ പറഞ്ഞിരിക്കുന്നത് പകുതി തുക കൊടുക്കുക. അപ്പം ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഇപ്പം അത് അനുവദീയമല്ല, എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അത്ര വലിയ ഇതല്ല. അതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ വിടുന്നില്ല എന്ന് ആദ്യം തീരുമാനിച്ചത്. അപ്പം മാനേജർ തന്നെ പറഞ്ഞു, നോക്കട്ടെ മാഡം, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോയിട്ടുണ്ട്. ഞങ്ങളിപ്പം തൽക്കാലം വീട്ടിലേക്ക് പോവുകയാണ്. അവർ മെസ്സേജോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ മോളെ ഞാൻ വിടുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പിന് അഭിവാദ്യമർപ്പിച്ച് കഴക്കൂട്ടത്ത് കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡ്. പുല്ലാട്ടുകരി ക്ഷേത്രത്തിന്റെ അമ്യൂണിറ്റി സെന്റർ ഉദ്ഘാടനത്തിന് അഭിവാദ്യമർപ്പിച്ചാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡ്. സംസ്ഥാന സർക്കാരിന്റെ വിനോദസഞ്ചാര വകുപ്പിനാണ് അഭിവാദ്യമർപ്പിച്ച് കഴക്കൂട്ടത്ത് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പുല്ലാട്ടുകരി ക്ഷേത്രത്തിന്റെ അമ്യൂണിറ്റി സെന്റർ ഉദ്ഘാടനത്തിന് അഭിവാദ്യം എന്നാണ് ബോർഡ്. ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6900 രൂപ, പവന് 55,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5720 രൂപ, പവന് 45,760 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇലക്ഷൻ ബുള്ളറ്റിൻ. എൽദോപ്പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.